അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. ഈ ഒരു 2025 എന്ന് പറയുന്നത് നല്ലൊരു ബുൾ റണ്ണാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2020 ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, 2020 ആ ഒരു എൻഡ് ടൈമിലൊക്കെ ബിറ്റ്കോയിൻ്റെ ഒരു ഹാൽവിങ് 2020 നടന്നിട്ടുണ്ട്. 4 വർഷം കൂടുമ്പോഴാണല്ലോ. ആ ഒരു ടൈമിൽ നമ്മളിപ്പം ഞാനാണെങ്കിൽ ആ ഒരു ടൈമിലൊക്കെയാണ് ക്രിപ്റ്റോയിൽ വന്നത്. അന്നാണെങ്കിലും ഞാൻ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ചാൽ എനിക്ക് പോളിഗണൊക്കെ എനിക്ക് കണ്ട് 1 രൂപ 2 രൂപയ്ക്കൊക്കെ ആ പോളിഗൺ മാറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് 10 രൂപ അങ്ങാണ്ടൊക്കെ ആയപ്പോൾ കൊടുത്തു. പക്ഷേ അത് പിന്നെ ഹോൾഡ് ചെയ്താൽ എന്തുവേണ്ടി പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോയിൽ ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇപ്പോൾ അന്നാലും 2020 ലാസ്റ്റിലൊക്കെ നല്ല രീതിയിൽ ബൈ, അല്ല 2021 ഫസ്റ്റിലൊക്കെ ബൈ ചെയ്തതാണ്. ഡോജ് കോയിൻ അറിയാമല്ലോ, അതൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആയി. അതുകൊണ്ട് തന്നെ 2024 അടുത്തൊരു ഹാൽവിങ് വന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ കറക്ഷനായി. പിന്നെ BTC ആണെങ്കിൽ ഓൾട്ടേ ഹൈ അടിച്ചു. ഈ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഓൾട്ടേ ഹൈ അടിച്ചു. അതിനുശേഷം ഈ ഒരു വർഷം 2025 എന്ന് പറയുന്നത് നല്ല രീതിയിൽ ക്രിപ്റ്റോ എല്ലാം ബുള്ളാണ്. ബുള്ളെന്ന് വെച്ചാൽ ഒരു ബുൾ സൈക്കിൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു മെയ് അല്ലെ ഒരു ഒക്ടോബറിനുള്ളിൽ തന്നെ ഒരു ബുൾ സൈക്കിൾ പതുക്കെ നിൽക്കും. നിങ്ങൾ അപ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് കോയിൻ. ആദ്യം നമ്മുടെ ബിറ്റ് കോയിൻ, അത് പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ വിട്ടാലും ബിറ്റ് കോയിന് നിങ്ങളൊരു ശകലമെങ്കിലും ബിറ്റ് കോയിൻ മേടിച്ചിടുക. എപ്പോഴും ബിറ്റ് കോയിനാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത്. പിന്നെ എതേറിയം എന്തൊക്കെയാലും $4,000-5,000 മൂവ്മെൻറ്റ് ഉണ്ടാകും. പിന്നെ അതിലും കൂടുതലൊക്കെ പോകുന്നത് ആ ഒരു ഡിമാൻഡ് അനുസരിച്ചൊക്കെ പോകും. അതൊന്നും ഞാൻ $5,000 വരെയൊക്കെ ഞാൻ ഗ്യാരണ്ടി തരുന്നുള്ളൂ. അതിന് മുകളിൽ പോകും. അപ്പോൾ എല്ലാവരെയും പോലെ നമ്മൾ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ സുപ്ര എന്ന് വെച്ചാൽ ലെയർ 1 പ്രോജക്റ്റാണ്. അപ്പോൾ ലെയർ 1ൻ്റെ ഒരു സുപ്രയാണ്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ട്രാൻസാക്ഷൻ സ്പീഡാണ്. എനിക്കൊന്ന് സൂയിയെക്കാട്ടിയൊക്കെ നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ സ്പീഡുണ്ട്. എനിക്കൊന്ന് സൂയെ കടത്തി വിട്ടില്ലെങ്കിൽ സൊളാനയ്ക്ക് ഒരു നല്ലൊരു പണി കൊടുക്കാനൊക്കെ പോകുന്നൊരു നല്ലൊരു ബ്ലോക്ക് ചെയിൻ തന്നെയാണ് സുപ്ര. അപ്പോൾ സുപ്രയുടെ ഇപ്പം വില ഇത്രയാണ്. പിന്നെ സുപ്രയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സപ്ലൈ ആണ്. സപ്ലൈയിൽ ഇപ്പം 6 ബില്യൺ മാത്രമേ ഉള്ളൂ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 100 ബില്യൺ സപ്ലൈ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു 500-1000 ഒക്കെ സുപ്ര നിങ്ങൾ ഒരു ബൈ ചെയ്താൽ നല്ല രീതിയിൽ പ്രൊജക്റ്റ് എന്തൊക്കെയാണ് നല്ലതാണ്. $1 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആർബിട്രം ARB. ഇത് നോക്കുക, ഇത് $1 കൂടുതൽ വന്നിട്ടുണ്ടായി ഇടയ്ക്കെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ലാസ്റ്റോടെ നവംബർ ഡിസംബർ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 77 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ബൈ ചെയ്യുക. പിന്നുള്ളത് വാംപ് ഹോൾ, ഇതാണ് W. ഇപ്പോൾ ഈ ഒരു വാംപ് ഹോൾ നിങ്ങൾ മാക്സിമം ഒന്ന് നോക്കുക. പിന്നുള്ളത് നമ്മൾ സുയിയെ ഓൾറെഡി പറഞ്ഞതാണ്. സുയിയൊക്കെ ഒരു 70 സെൻറ്റോ 50 സെൻറ്റോ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ സുയി ഇപ്പോൾ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ സുയിയെ നിങ്ങൾ ബൈ ചെയ്യുക. അപ്പോൾ സുയി നല്ല ഒരു കോയിനാണ്. പിന്നെ ആപ്റ്റോസിനെ വിട്ട് കളയരുത്. ആപ്റ്റോസ് നിങ്ങൾ ബൈ ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് സെയി. അപ്പോൾ ഇതിനെ ഒരിക്കലും വിട്ട് കളയരുത്, സെയി. അപ്പോൾ സെയി നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നല്ലൊരു പ്രോജക്റ്റാണ് സെയി. അപ്പോൾ ഇതിനെ വിട്ട് കളയാതിരിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഫയലൊക്കെ ഈ ഒരു ഡാറ്റ സ്റ്റോറേജ് അങ്ങനെയൊക്കെ വരുന്നൊരു സെക്ഷനാണ്. അപ്പോൾ ഫയലിന് ഇപ്പോൾ $5 ആ ഒരു വാല്യൂ ഉള്ളൂ. അത് നോക്കുക. പിന്നെ ഡോട്ട് നോക്കുക. പിന്നെ ടെലിഗ്രാമിൻ്റെ തന്നെ ഒരു മെമോ കോയിൻ ആയിരുന്നു ഡോഗ്സ്. അതിനെ മാക്സിമം നിങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ ഈ ഒരു വാല്യൂ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. മാക്സിമം ഒരു 0.01 ഡോഗ്സ് എത്തും. അതിലും കൂടുതലൊക്കെ എത്തുന്നത് നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ അനുസരിച്ചാണ്. ഓക്കെ. അപ്പോൾ അതും വിട്ട് കളയാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ ആറ്റം നോക്കുക. ആറ്റത്തിൻ്റെ ഇപ്പം $6.68 ഉണ്ട്. പിന്നെ ICP എന്തൊക്കെയായാലും നിങ്ങൾ എല്ലാം കൂടെ ബൈ ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ബൈ ചെയ്യാം. പിന്നെ പുതിയതായിട്ടുള്ളത് ഈ ഓവർ എന്നുള്ളൊരു നല്ലൊരു RWA പ്രോജക്റ്റാണ്. റിയൽ വേൾഡ് അസറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. പക്ഷേ ഇത് റിസ്ക് ഉണ്ട് ഇതിന്. പക്ഷേ സപ്ലൈ ഒക്കെ 1 ബില്യണേ ഉള്ളൂ. ഇപ്പോൾ സർക്കുലേറ്റിംഗ് 190 മില്യണേ ഉള്ളൂ സർക്കുലേറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ ഇവരൊരു സ്കാം അടിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ NFT ഒക്കെ ബൈ ചെയ്തവർക്ക് ടോക്കണൊക്കെ കുറവാണ്. പിന്നെ അതുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് $1 കൂടുതൽ പ്രതീക്ഷയാണ് ലിസ്റ്റിങ്. പക്ഷേ അത് പ്രതീക്ഷ എല്ലാം പോയി ഇപ്പം നല്ല രീതിയിൽ ഡമ്പിലാണ്. ഇത് ഒരു ഭാഗ്യം എന്ന് വെച്ച രീതിയിൽ നിങ്ങൾക്ക് ഒരു 500 ഒരു 100 അല്ലെ ഒരു 100 ഒരു 50 ഓവറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കാം. ഓക്കെ. ഇനിയിപ്പം നോക്കേണ്ട പ്രൊജക്റ്റുകൾ പുതിയതായിട്ട് വരുന്ന പ്രൊജക്റ്റുകളുണ്ടല്ലോ, നല്ല പ്രൊജക്റ്റുകൾ, അതൊക്കെ മാക്സിമം നിങ്ങൾ നോക്കുക. ആർബിട്രമൊക്കെ ഒന്ന് വിട്ട് കളയരുത്. അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ തെട്ട നിങ്ങൾക്ക് അറിയാമായിരിക്കും. തെട്ട $1 ഒക്കെ കടന്നതാണ്. ഇപ്പം $2. ഓൾട്ടേ ഒക്കെ എനിക്ക് തോന്നുന്നു $8-10 ആണെന്ന് തോന്നുന്നു. അപ്പം തെട്ടയെ നിങ്ങൾ നോക്കുക. പിന്നെ സുഷി നോക്കുക. പിന്നുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗ്രാഫ് GRT ഇത് നോക്കുക. ഈ ഒരു പ്രോജക്റ്റ് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ പ്രോജക്റ്റുള്ളൂ ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ അറിയാവുന്ന പ്രോജക്റ്റുകളൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യുക. എന്തൊക്കെയായാലും 2025 നല്ല രീതിയിൽ ബുൾ റണ്ണാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഒരു 2024 ആ ഒരു ടൈമിൽ ചിലതൊക്കെ നിങ്ങൾക്ക് കണ്ടത്. ഇപ്പം വീണ്ടും ആൾട്ടോയിനൊക്കെ പഴയ രീതി ഇപ്പം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് പിന്നെ എത്തിയിട്ടില്ല. അപ്പം ഈ ഒരു 2025 ഒരു ഒക്ടോബർ വരെയൊക്കെ ആയിരിക്കും മാക്സിമം ഒരു നല്ലൊരു പമ്പ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു ഏപ്രിൽ മെയ് ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ ബൈ ചെയ്താൽ.
ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് നല്ല രീതിയിൽ സെൽഫ് പ്രഷർ ഉണ്ടാകും. പിന്നെ BTC എന്ന് വെച്ചാൽ $2 ലക്ഷം ഇപ്പം BTC 1,10,000 വരെയൊക്കെ പോകും. ട്രംപൊക്കെ ഇപ്പം ഈ ഒരു മാസമാണല്ലോ അധികാരം ഏൽക്കുന്നത്. അപ്പം അത് BTC പോകും. അത് പിന്നെ എപ്പോഴായാലും പോവും. അതിനെ എന്തൊക്കെയാലും വിട്ട് കളയരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്രൊജക്റ്റാണ്. പിന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ 2025. പിന്നെ നമ്മുടെ ചാനലെന്ന് വെച്ചാൽ നമ്മളൊരു 500 സബ്സ്ക്രൈബറൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ 2024 പ്രതീക്ഷിച്ചിരുന്നു ഒരു 500 ആയാൽ നല്ലതായിരുന്നെന്ന്. പക്ഷേ ഇത് കാണുന്നവർ, നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരെല്ലാം ഇത് പെട്ടെന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ല പറയുന്നത്, നമ്മൾ പറഞ്ഞാണ് ഒരു ആഗ്രഹം. എന്ന് വെച്ചാൽ 2020 മുതൽ തുടങ്ങിയൊരു ചാനലാണ്. പിന്നെ വീഡിയോകളൊക്കെ കൂടുതലും നമ്മൾ ഈ ഒരു ടെലിഗ്രാമിനെയും അല്ല അങ്ങനെയുള്ള പ്രൊജക്റ്റുകളെ കുറിച്ചൊന്നും നമ്മൾ വീഡിയോ ഇടാറില്ല. ഇനിയിപ്പോൾ ചെറിയ നല്ല രീതിയിലുള്ള ടെലിഗ്രാം ബോട്ടിനെ കുറിച്ചൊക്കെ പറയാം. ജസ്റ്റ് ഒന്ന് പറയാം, അത് ഇപ്പം ആവശ്യമാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.